ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേകം അടയാളങ്ങൾ ആരാധനയിൽ ഉപയോഗിക്കുന്നു എന്നാണല്ലോ നമ്മൾ കണ്ടത്. വിവിധ തരം അടയാളങ്ങൾ നമ്മൾ ആരാധനാ ക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വാക്കുകൾ ഒരു തരം അടയാളങ്ങളാണ്, വ്യക്തികൾ അടയാളങ്ങളാണ്, ആംഗ്യങ്ങൾ അടയാളങ്ങളാണ്, വസ്തുക്കൾ അടയാളങ്ങളാണ്, വിശുദ്ധ സമയം ലിറ്റർജിക്കൽ ടൈം എന്ന് പറയും, അതൊരടയാളമാണ്, വിശുദ്ധ സ്ഥലം ലിറ്റർജിക്കൽ സ്പേസ് എന്ന് പറയും, അത് അടയാളങ്ങളാണ്. അങ്ങനെ 6 തരം അടയാളങ്ങൾ, വിഭാഗങ്ങൾ നമുക്ക് ആരാധനക്രമത്തിൽ കാണുവാൻ സാധിക്കും. ഈ വിവിധ തരം അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പതുക്കെ ഒന്ന് മനസ്സിലാക്കാം. വാക്കുകളില്ലാതെ നമുക്ക് ആരാധന അർപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. വിവിധ തരം വാക്കുകൾ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരം എന്ന് പറയുന്നത് സ്തുതിയുടെ വാക്കുകളാണ്. പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനയിലും ഒക്കെ ഒരു 90% സ്തുതിയുടെ വാക്കുകളാണ്. ഇപ്പോൾ ഹല്ലേലൂയ, നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു, ഇതെല്ലാം സ്തുതിയുടെ വാക്കുകളാണ്. എന്നാൽ മറ്റൊരു തരം വാക്കുകളുണ്ട്, യാചനകൾ. നമ്മൾ ദൈവത്തോട് കരുണ യാചിക്കുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ യാചനയുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം വാക്കുകളാണ് നിർദ്ദേശങ്ങൾ എന്ന് പറയും. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് നിശംശാന ശുശ്രൂഷി അനേകം നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അതും ആരാധനയുടെ ഭാഗമാണ്. കാരണം എന്തിനാണ് ഈ ശുശ്രൂഷി നിർദ്ദേശം തരുന്നത്? കാരണം ഈ ആരാധനയിൽ വളരെ സജീവമായിട്ട് നമ്മൾ പങ്കുകൊള്ളണം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. അപ്പം നിർദ്ദേശങ്ങൾ തന്ന് ഈ ആരാധനയിൽ ശരിയായി സംബന്ധിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ശുശ്രൂഷി. ഇനി ചില വാക്കുകൾ തന്നെ അടയാളങ്ങളാണ്. നമ്മൾ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ആമേൻ. വളരെ ചെറിയ വാക്ക്, നമ്മളെപ്പോഴും പറയുന്ന വാക്ക്, ചിലപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാതെ തന്നെ പറയുന്ന വാക്കാണ്. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചിലപ്പോൾ നമുക്കറിയാമായിരിക്കും, അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. എന്നാൽ ഇതിൻ്റെ ആരാധനയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് വളരെയധികം ആഴമുള്ളതാണ്. സാധാരണ ആമേൻ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? കാർമികൻ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ജനമെല്ലാം കൂടെ ആമേൻ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇത് അർത്ഥമാക്കുന്നത്? ആമേൻ പറയുമ്പം ഞാൻ പറയുകയാണ്, ഈ കാർമികൻ പറഞ്ഞ പ്രാർത്ഥന, ചൊല്ലിയ പ്രാർത്ഥനയിലെ ഓരോ വാക്കും ഞാൻ കേട്ടെന്നും അതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായെന്നും അതൊക്കെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും ആ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നുവെന്നും എന്നുള്ളതാണ് ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അത്രമാത്രം ആഴം ആ ഒരു ചെറിയ വാക്കിനുണ്ട്. മറ്റൊരു വാക്കുണ്ട്, അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗീതമുണ്ടല്ലോ, പരിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ ഗീതം. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതെന്ന് ചോദിച്ചാൽ, എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതാണെങ്കിലും കൽപ്പന എന്ന വാക്കാണ് പ്രധാനപ്പെട്ടത്. ആരുടെ കൽപ്പന? മിശിഹായുടെ കൽപ്പന. ഈ കുർബാന ആരംഭിക്കുമ്പോൾ ഏത് കൽപ്പനയാണ് നമ്മൾ ഓർക്കുന്നത്? മിശിഹായുടെ ഏത് കൽപ്പനയാണ് ഓർക്കുന്നത്? പ്രധാനമായിട്ടും ഈശോ തന്ന എല്ലാ കൽപ്പനകളും നമ്മളവിടെ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വാക്കൊരു അടയാളമായിട്ടിരിക്കുന്നത്. ഈശോ തന്ന കുർബാന സ്ഥാപിച്ച അന്ന് തന്ന 2 കൽപ്പനകളാണ്, പെസഹായുടെ അന്നത്തെ 2 കൽപ്പനകളാണ് ഓർക്കുന്നത്. ഒന്ന്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ, പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള കൽപ്പന. അന്ന് തന്നെ ഈശോ മറ്റൊരു കൽപ്പനയും കൂടെ തന്നിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ കൽപ്പന. സ്നേഹത്തിൻ്റെ കൂദാശയാണല്ലോ കുർബാന. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളാണ് അവിടെ നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് ഈ കൽപ്പന എന്ന വാക്കൊരു അടയാളമാണ്. 2 കൽപ്പനകൾ പ്രധാനമായി ഓർക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് ഇവിടെ കൽപ്പന. അതുകൊണ്ട് വാക്കുകൾ അടയാളങ്ങളാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ഓരോ വാക്കും ശ്രദ്ധയോടെ ചൊല്ലണം എന്നതിൻ്റെ കാര്യം ഈ വാക്കുകൾക്കെല്ലാം ആഴത്തിലുള്ള അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പരിശ്രമിക്കാം.